നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാകുന്നില്ലേ? എല്ലാം ശരിയാകുമെന്ന് കരുതുമ്പോൾ അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ വന്നു ചേരുന്നുണ്ടോ? നിങ്ങളുടെ വളർച്ചയിൽ അസൂയയോടെ നോക്കുന്ന ആരുടെയെങ്കിലും കണ്ണീര് നിങ്ങളുടെ ജീവിതത്തെ തളർത്തുന്നുണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞൻ ചാണക്യൻ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? കണ്ണേറുകൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന ജീവിതം എങ്ങനെ തിരിച്ചുപിടിക്കാം? ചാണക്യനീതിയിലൂടെ ഇതിനുള്ള ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ജീവിത വിജയത്തിന് സഹായിക്കുന്ന ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും ഈ അറിവ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാം നന്നായി നടന്നുവരുമ്പോൾ പെട്ടെന്നൊരു ദിവസം എല്ലാം തകിടം മറിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാരണവുമില്ലാതെ ജീവിതം വഴിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ പോയ ആ ഒരു നോട്ടം കാരണമാകാം ഇത്. എന്താണ് ഇതിനെപ്പറ്റി ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് എന്നറിയാമോ? നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരേക്കാൾ കൂടുതൽ നിങ്ങൾ തകരുന്നത് കാണാൻ കാത്തുനിൽക്കുന്ന ചില കണ്ണുകൾ നമുക്ക് ചുറ്റുമുണ്ട്. കണ്ണീര് എന്നത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് അതൊരു അപകടകരമായ ഊർജ്ജമാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഏക വഴി ഇതാണ്. രാപകൽ കഷ്ടപ്പെട്ടിട്ടും ഫലം കിട്ടുന്നില്ലേ? ഭാഗ്യം നിങ്ങളെ വിട്ടുപോയതുപോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, പ്രശ്നം നിങ്ങളുടെ കഴിവില്ലായ്മയല്ല, മറ്റാരുടെയോ മോശം ദൃഷ്ടിയാവാം. ചാണക്യനീതി പ്രകാരം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ടാണ് വലിയ വിജയം നേടുന്നവർ അവരുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവെക്കാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണീര് എന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചാണക്യൻ പഠിപ്പിച്ച ആ രഹസ്യവിദ്യ എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന തിരിച്ചടികൾക്ക് പിന്നിൽ നിങ്ങളുടെ ശത്രുക്കളുടെ പ്ലാനുകളല്ല, മറിച്ച് അവരുടെ ഒരു നോട്ടം മാത്രമാവാം കാരണം. ചാണക്യൻ പറയുന്ന ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കൂ. നിങ്ങൾക്ക് കണ്ണീര് ബാധിച്ചിട്ടുണ്ടോ? പ്രധാന ലക്ഷണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സാധാരണയായി കണ്ണീറിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നത്. അവ പ്രധാനമായും 4 തലങ്ങളിലായാണ് പ്രകടമാകുന്നത്. 1. ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യങ്ങൾ. അമിതമായ തളർച്ച, ആവശ്യത്തിന് വിശ്രമിച്ചാലും മാറാത്ത കഠിനമായ ശരീരവേദനയും തളർച്ചയും അനുഭവപ്പെടുക. കാരണമില്ലാത്ത തലവേദന, മരുന്നുകൾ കഴിച്ചാലും മാറാത്തതും വിട്ടുമാറാത്തതുമായ തലവേദന. ഉന്മേഷക്കുറവ്, എപ്പോഴും ഉറക്കം തൂങ്ങുന്ന അവസ്ഥയും ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത സാഹചര്യവും. പെട്ടെന്നുള്ള ദേഷ്യം, വളരെ ശാന്തസ്വഭാവിയായ ഒരാൾ പോലും നിസ്സാര കാര്യങ്ങൾക്ക് വല്ലാതെ ദേഷ്യപ്പെടുകയോ അസ്വസ്ഥനാവുകയോ ചെയ്യുക. 2. സാമ്പത്തിക തടസ്സങ്ങൾ. വഴിമുട്ടുന്ന വരുമാനം, നന്നായി നടന്നുകൊണ്ടിരുന്ന ബിസിനസ്സോ ജോലിയോ പെട്ടെന്ന് തടസ്സപ്പെടുക. അനാവശ്യ ചെലവുകൾ, കയ്യിൽ പണം വന്നാലുടൻ ഹോസ്പിറ്റൽ ചെലവുകൾക്കോ കേടുപാടുകൾക്കോ ആയി അത് ചെലവായി പോകുക. അവസരങ്ങൾ നഷ്ടപ്പെടുക, ഉറപ്പായ പല കരാറുകളും അവസാന നിമിഷം കൈവിട്ടു പോകുക. 3. കുടുംബത്തിലെ അശാന്തി. കാരണമില്ലാത്ത വഴക്കുകൾ, കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നവർ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് കലഹിക്കാൻ തുടങ്ങുക. ഭക്ഷണത്തോടുള്ള വിരക്തി, വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന് രുചി കുറവായതുപോലെ തോന്നുകയോ കഴിക്കാൻ താൽപ്പര്യം ഇല്ലാതിരിക്കുകയോ ചെയ്യുക. കുട്ടികളിലെ മാറ്റങ്ങൾ, കൊച്ചുകുട്ടികൾ നിർത്താതെ കരയുകയോ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരികയോ ചെയ്യുന്നത് കണ്ണീറിന്റെ പ്രധാന ലക്ഷണമായി കരുതപ്പെടുന്നു. 4. വളർത്തുമൃഗങ്ങളിലും ചെടികളിലുമുണ്ടാകുന്ന മാറ്റങ്ങൾ. വീടിന് ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ നന്നായി പൂത്തുനിന്ന ചെടികൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുക. വളർത്തുമൃഗങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അകാരണമായി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ ചെയ്യുക. ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ്. ചാണക്യാസ് പെർസ്പെക്റ്റീവ്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് അസൂയ എന്നത് ഒരു വിഷം പോലെയാണെന്നാണ്. മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയയുള്ളവർ നമ്മളെ നോക്കുമ്പോൾ പുറപ്പെടുന്ന നെഗറ്റീവ് ഊർജം നമ്മുടെ ആത്മവിശ്വാസത്തെയും ചുറ്റുമുള്ള പോസിറ്റീവ് തരംഗങ്ങളെയും തകർക്കുന്നു. നിശബ്ദതയാണ് ഏറ്റവും വലിയ സംരക്ഷണം എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വിജയങ്ങൾ ആഘോഷമാക്കുന്നതിനു മുൻപ് അവ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗങ്ങൾ. കണ്ണീറ് എന്നത് ഒരു നെഗറ്റീവ് ഊർജ്ജമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പോസിറ്റീവ് ഊർജ്ജം കൊണ്ടും ബുദ്ധിപരമായ തന്ത്രങ്ങൾ കൊണ്ടും സാധിക്കുമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. മൗനം പാലിക്കുക. ദ പവർ ഓഫ് സൈലൻസ്. ചാണക്യന്റെ ഏറ്റവും വലിയ തന്ത്രമാണിത്. നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അവ രഹസ്യമായി വയ്ക്കുക. പുതിയ വീട് വയ്ക്കുന്നതോ കാർ വാങ്ങുന്നതോ ബിസിനസ് തുടങ്ങുന്നതോ ആയ കാര്യങ്ങൾ നടന്നുകഴിഞ്ഞതിനു ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിക്കുക. അമിതമായ ആഘോഷങ്ങളും ആഡംബര പ്രദർശനങ്ങളും
അസൂയക്കാരെയും ശത്രുക്കളെയും ക്ഷണിച്ചു വരുത്തും. അതിനാൽ വിനയത്തോടെയും മിതത്വത്തോടെയും ജീവിക്കുക. 2. ആത്മവിശ്വാസം വളർത്തുക. സ്ട്രെങ്തൻ യുവർ വിൽ പവർ. ഭയമാണ് കണ്ണീറിനേക്കാൾ വലിയ ശത്രു. മനസ്സ് ബലമുള്ളവനെ ഒരു ദൃഷ്ടിദോഷവും ബാധിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്താൻ ദിവസവും ധ്യാനമോ മെഡിറ്റേഷൻ പ്രാർത്ഥനയോ ശീലിക്കുക. ഇത് നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് കവചം തീർക്കാൻ സഹായിക്കും. 3. സുഹൃത്തുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയുക. നമ്മുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാത്തവരിൽ നിന്ന് അകലം പാലിക്കുക. ചാണക്യനീതി പ്രകാരം മുഖത്ത് സ്നേഹം കാണിക്കുകയും ഉള്ളിൽ വിഷം കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരാണ് കണ്ണേറിന്റെ പ്രധാന ഉറവിടം. അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ ജീവിത വിജയങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. 4. പരമ്പരാഗതമായ പ്രതിരോധമാർഗങ്ങൾ. നമ്മുടെ നാട്ടിൽ പണ്ടുതൊട്ടേ നിലനിൽക്കുന്ന ചില രീതികൾ കണ്ണീറിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കറുത്ത ചരടോ പൊട്ടോ നെഗറ്റീവ് ദൃഷ്ടിയെ വഴിതിരിച്ചുവിടാൻ കറുത്ത നിറത്തിന് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. ഉപ്പും മുളകും ഒഴിയുക. ശരീരത്തിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാൻ ഉപ്പും കരിമുളകും ഉപയോഗിച്ച് ഒഴിയുന്നത് ഒരു പഴയ രീതിയാണ്. വീടിന്റെ സംരക്ഷണം. വീടിന് മുൻപിൽ ദൃഷ്ടിദോഷം നീക്കുന്ന വിഗ്രഹങ്ങളോ, ഉദാഹരണത്തിന് ദൃഷ്ടിബൊമ്മ, കള്ളിമുൾച്ചെടികളോ വയ്ക്കുന്നത് മറ്റുള്ളവരുടെ നോട്ടം ആദ്യം അതിൽ പതിയാൻ സഹായിക്കും. 5. ദാനധർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സമ്പത്തിൽ ഒരു ഭാഗം ദാനമായി നൽകുന്നത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദുരദൃഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും എന്ന് ചാണക്യൻ പറയുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും സഹായങ്ങൾ ചെയ്യുന്നതും വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്സ് ഏതൊരു കണ്ണേറിനേക്കാളും പവർഫുള്ളാണ്. കണ്ണേറ് എന്നത് ഒരു തടസ്സമാകാം, പക്ഷേ അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി മുടക്കാൻ പാടില്ല. ചാണക്യൻ പറഞ്ഞതുപോലെ ബുദ്ധിമാൻ പ്രതിസന്ധികളെ തന്ത്രങ്ങൾ കൊണ്ട് മറികടക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരു കണ്ണേറിനും നിങ്ങളെ തളർത്താൻ സാധിക്കില്ല. സുഹൃത്തുക്കളെ, കണ്ണേറ് എന്നത് ഒരു തടസ്സമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, ചാണക്യൻ പറഞ്ഞൊരു മഹദ്വചനമുണ്ട്. ഒരാൾക്ക് തന്റെ വിധി മാറ്റാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ തന്റെ കർമ്മം കൊണ്ട് ആ വിധിയെ തോൽപ്പിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ ദൃഷ്ടിയേക്കാൾ വേഗത്തിൽ നിങ്ങളെ തളർത്താൻ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിന് സാധിക്കും. അതുകൊണ്ട് ഭയത്തെയല്ല, ലക്ഷ്യത്തെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ചാണക്യനീതിയുടെ ഈ തന്ത്രങ്ങൾ വെറും അറിവുകളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിനുള്ള കവചങ്ങളാണ്. മൗനം നിങ്ങളെ സംരക്ഷിക്കും, കർമ്മം നിങ്ങളെ വിജയിപ്പിക്കും, ആത്മവിശ്വാസം നിങ്ങളെ തോൽപ്പിക്കാനാവാത്തവനാക്കും. ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു പുതിയ തുടക്കമാണ്. മറ്റുള്ളവരുടെ നോട്ടത്തിനു മുന്നിൽ തളർന്നു വീഴാനുള്ളതല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ. അവ ആകാശത്തോളം ഉയരേണ്ടവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കുകൂടി കരുത്താകാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താഴെ കോമന്റായി രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള ചാണക്യതന്ത്രങ്ങൾക്കും ജീവിത വിജയത്തിനുള്ള അറിവുകൾക്കുമായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, വിജയിക്കുന്നവന്റെ നിശബ്ദതയോളം വലിയ മറുപടി ലോകത്ത് വേറെയില്ല. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.